Hi friends, Krishnakumar Balakrishnan from Eqtfx. ഞാൻ ഇന്ന് പറയുന്ന 5 കാര്യങ്ങൾ ഞാൻ സ്റ്റോക്ക് മേടിക്കുമ്പോൾ സാധാരണയായിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. 5 കാര്യങ്ങളല്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ നോക്കാറുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് സെലക്റ്റീവായിട്ടുള്ള 5 കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്, പ്ലീസ് ലൈക്ക് ഇറ്റ്. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാര്യം, സെൻറ്റിമെൻ്റൽ അനാലിസിസ്. നമ്മൾ ഫണ്ടമെൻ്റൽ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മൾ ടെക്നിക്കൽ ചെയ്യാറുണ്ട് അല്ലേ. ഏറ്റവും ലേറ്റസ്റ്റുള്ള എഡിഷനാണ് സെൻറ്റിമെൻ്റൽ അനാലിസിസ്. അത് ന്യൂസ് ഫ്ലോ അല്ല, ന്യൂസ് ഫ്ലോ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ചാർട്ടിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ചാർട്ടിൽ നമുക്ക് സെൻറ്റിമെൻ്റൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നിഫ്റ്റിയും നമ്മുടെ സ്റ്റോക്കുമായിട്ടുള്ള ഡൈവർജൻസ് കൺവേർജൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ബേസിക്കലി ഇതൊക്കെ നമുക്ക് ഒരു കോർ കോമ്പീറ്റൻസിയാണ് തരുന്നത്. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ നമുക്കൊരു എഡ്ജ് തരും. നമ്മളെപ്പോഴും ഒരു എഡ്ജ് വേണം നമുക്ക് മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ. നമ്മളെപ്പോഴും ഒരു മ്യൂച്വൽ ഫണ്ട് മാനേജറെ കണക്ക്, മ്യൂച്വൽ ഫണ്ട് അനലിസ്റ്റിനെ കണക്ക് നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ഇഷ്ടംപോലെ എഡ്ജസ് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ എഡ്ജാണ് നമ്മുടെ ഒരു ബൈങ്, നമ്മൾ മേടിക്കണോ വേണ്ടോ എന്നുള്ള നമ്മുടെ വലിയൊരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ എഡ്ജിൽ നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ ചാർട്ടിൽ കൺവിൻസ്ഡ് ആയിരിക്കും. നമ്മളൊരു ന്യൂസ് ഫ്ലോയിൽ നോക്കാറില്ല. നമ്മളെല്ലാ ഡിസ്റ്റർബൻസിൽ നിന്ന് മാറിയെന്ന് നമ്മുടെയായിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനത്തെ ഒരു ഡെവലപ്പ് ചെയ്യുന്ന വലിയൊരു സ്കൂൾ ഓഫ് തോട്ടാണ് സെൻറ്റിമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞ്. അത് ഞാനിന്ന് ഒരു ചെറിയൊരു കൊച്ചു വീഡിയോ, ഒരു 1 minute വീഡിയോ കാണിക്കുന്നുണ്ട്. അതൊരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് മാത്രമേ ഉള്ളൂ. കുറേ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ അകത്ത്. കുറേ ഡീപ്പായിട്ട് ചെന്നാൽ നമുക്ക് അധികം ആരും കാണാത്ത പല മുത്തുകളും നമുക്ക് മുങ്ങിത്തപ്പി എടുക്കാൻ സാധിക്കും. ശരിക്കും ഇതൊക്കെ നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ, നമ്മുടെ പ്രോഫിറ്റിനെ, നമ്മുടെ സക്സസ്സിനെ സീരിയസ് ആയിട്ട് എസ്കലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങളെപ്പോഴും സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ആരും നോക്കാത്തൊരു കാര്യമാണ് സെൻറ്റിമെൻ്റൽ ഡൈവേർജൻസ് ഓർ കൺവേർജൻസ്. നമ്മളെല്ലാം ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഒക്കെ നോക്കും. സെൻറ്റിമെൻ്റൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു വലിയൊരു ക്രിട്ടിക്കൽ പോയിൻ്റാണ്. നോക്കൂ, ഇവിടെ നിഫ്റ്റിയാണ്, ഇവിടെ ബാലാജി അമീൻസ് ആണ്. നിഫ്റ്റിയുടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. നിഫ്റ്റി ലോവർ ലോസ് ആണ് 5 minute ക്രിയേറ്റ് ചെയ്യുന്നല്ലേ. അവസാനം ബാലാജി അമീൻസ് എന്താ ക്രിയേറ്റ് ചെയ്തത്? ഇറ്റ് ഹാസ് ക്രിയേറ്റ് ഹയർ ലോസ് അല്ലേ. നോക്കൂ, ഇറ്റ്സ് എ പ്രോപ്പർ ഡൈവർജൻസ് ആണ്. നിഫ്റ്റി ഡൈവർജൻസ് ലോവർ ലോ ലോവർ ഹൈ. ബാലാജി അമീൻസ് എന്താ ക്രിയേറ്റ് ചെയ്തത്? ബാലാജി അമീൻസ് നോക്കൂ, ഇവിടെ നിഫ്റ്റി ആണ്, നിഫ്റ്റി ഹൈ ആണ് കേട്ടോ. നിഫ്റ്റി ലോവർ ഹൈ ആണ്, ബാലാജി അമീൻസ് ഹയർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ്സ് ക്രിയേറ്റിംഗ് ഹയർ ഹൈ ബാലാജി അമീൻസ്. നോക്കൂ, ഇവിടെ എന്താ കാണുന്നത്? ഇറ്റ്സ് എ പ്യുവർ ഡൈവർജൻസ് ആണ് നടക്കുന്നത്. നിഫ്റ്റി ഒരു സൈഡ് പോകുന്നു, സ്റ്റോക്ക് വേറെ സൈഡ് പോകുന്നു. നമ്മൾ ഡൈവർജൻസ് ഇൻ സെന്റിമെന്റ്സിനെ നമ്മൾ ട്രേഡ് ചെയ്യാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇതൊക്കെ നമുക്ക് തരുന്ന എഡ്ജസ് ആണ്. ശരിക്കും നമ്മൾ സാധാരണ ട്രേഡിങ്ങിൽ നമ്മൾ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് കോറായിട്ടുള്ള കോമ്പീറ്റൻസ് വേണം. ആ കോമ്പീറ്റൻസ് ഡെവലപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്റ്റഡീസ് കൂടെ, നമ്മുടെ ഒബ്സർവേഷനെ കൂടെ, നമ്മുടെ അനാലിസിസ് കൂടെ. അതിൻ്റെ അകത്തുള്ളൊരു സംഗതിയാണ് സെന്റിമെന്റൽ വെച്ച് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത്. ബൊളിജബാൻ വാക്ക് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബേസിക്കലി STBTക്കാണ് ബൊളിജബാൻ വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. ബൊളിജബാനിൻ്റെ തൊട്ട് മുകളിൽ സ്റ്റോക്ക് ബൈ ഒരു ക്ലോസിംഗ് ടൈമിൽ ബൈ 327 328 എത്തുവാണെങ്കിൽ നമ്മൾ BTSTക്ക് വേണ്ടി നമ്മൾ മേടിക്കാറുണ്ട്. ബൈ ടുഡേ സെൽ ടുമാറോ. നോർമൽ കേസിൽ BTST എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ആ മൊമെൻറ്റം അല്പസമയത്തേക്ക് എങ്കിലും കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ മൊമെൻറ്റമാണ് നമ്മൾ പ്രൈസായിട്ട് നമ്മുടെ ലാഭമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പല ആൾക്കാരും ആ സമയം ശ്രദ്ധിക്കാതെ എന്താ പറയണ്ടേ, മാർക്കറ്റിൽ നിന്ന് കയറും എന്നുള്ള ഒരു കൺവിക്ഷൻ കുറഞ്ഞ ലെവലിൽ മാർക്കറ്റ് കയറാം, മാർക്കറ്റ് ഇറങ്ങാം. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ചുമ്മാ ചിന്തിച്ചിട്ട് സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങാതെ ഇരിക്കാറുണ്ട് പല ആൾക്കാരും. അത് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. നിങ്ങൾ BTST പ്ലാൻ ചെയ്താൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ട്രെയിൽ ചെയ്യണം. സപ്പോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ട്രെയിൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ മാറണം. അല്ലെങ്കിൽ അത് കൂടുതൽ റിസ്ക്കിലേക്ക് നിങ്ങൾ നയിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അടുത്തത്, എപ്പോഴും ബൊളിജബാൻ വാക്ക് വെച്ച് നിങ്ങൾ തലേദിവസം ക്ലോസിംഗ് ടൈമിൽ സ്റ്റോക്ക് മേടിച്ചാൽ, ബൊളിജബാൻ വാക്ക് എന്താണെന്ന് അറിയാമല്ലോ. ബാൻഡിന് വെളിയിൽ കൂടെ സ്റ്റോക്ക് നടക്കുന്നതിനെ ബൊളിജബാൻ വാക്ക് എന്ന് പറയുന്നത്. അപ്പർ ബാൻഡിൽ കൂടെ നടക്കുന്നതിനും ലോവർ ബാൻഡിന് താഴെ പോകുന്നതിനും ബൊളിജബാൻ വാക്ക് എന്ന് പറയും. ഇവിടെ നമ്മൾ അപ്പറാണ് ഉദ്ദേശിച്ചത്.
എപ്പോഴും നിങ്ങൾ ബോളിജർ ബാൻഡ് വാക്കിൽ നമ്മൾ BTST ചെയ്യാനായിട്ട് അറൗണ്ട് 327 328 ഒക്കെയാണ് മേടിക്കുന്നത് അല്ലേ, ക്ലോസിങ് ടൈമിലാണ് മേടിക്കുന്നത്. സോ നോക്കൂ, ഇവിടെ 744 മേടിച്ചു. നെക്സ്റ്റ് ഡേ ഓപ്പൺ ചെയ്തത് സംതിങ് അറൗണ്ട് നെക്സ്റ്റ് ഡേ സ്റ്റോക്ക് ഓപ്പൺ ചെയ്ത് 749 ആണ്. ആ സ്റ്റോക്ക് 766 വരെ പോയി ശരിക്കും. എന്നിട്ടാണ് സ്റ്റോക്ക് താഴെ പോയത്. ബോളിജർ ബാൻഡ് വാക്ക് വെച്ച് സ്റ്റോക്ക് BTSTക്ക് മേടിച്ചാൽ നെക്സ്റ്റ് ഡേ വിത്തിൻ 2-3 മിനിറ്റ്സ് നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ഏറ്റവും സേഫ് ആണ്. കാര്യം എപ്പോൾ വേണേ സ്റ്റോക്കിനെ താഴെ പോകാം, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഇന്ന് 327 328 മേടിച്ചാൽ നാളെ രാവിലെ 9:16 9:17 നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം ശരിക്കും. കാരണം സ്റ്റോക്കിന് എപ്പോൾ വേണേൽ താഴെ പോകാനുള്ള ചാൻസസ് ഓൾവേസ് ദെയർ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് സപ്പോസ് നമ്മുടെ ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് വെക്കുക, നമ്മൾ ഈ സ്റ്റോക്ക് ഡെയിലി നമ്മൾ അനലൈസ് ചെയ്യണം അല്ലേ, എഗൻസ്റ്റ് പ്രൈസ് ആൻഡ് വോളിയം. പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്തു, വോളിയം എങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ളത്. പ്രൈസ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ ഹീറോയും വോളിയം ഡയറക്ടറുമാണ്. ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും. അപ്പോൾ സപ്പോസ് നമ്മുടെ അനാലിസിസിൽ നമ്മൾ എടുത്ത ഒരു സ്റ്റോക്ക് നമ്മൾ ആ ഡേ ക്യാൻഡിൽ തീരുന്ന സമയത്ത് അത് നല്ല എസ്കലേഷൻ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രോങ് സെല്ലിംഗ് മൊമെൻറ്റം വരികയാണ്, പക്ഷേ വോളിയം വളരെ സ്ട്രോങ് വോളിയം ഉണ്ടെന്ന് കാണിക്കുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഏതോ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ എത്തിയിട്ടാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. യു ഷുഡ് ബി കെയർഫുൾ ദാറ്റ്. കാര്യം വെച്ചാൽ നെക്സ്റ്റ് ഡേയും ഇതേപോലെ തന്നെ ഒരു സ്ട്രോങ് പ്രൈസ് ഡൗൺ സംഭവിക്കുകയാണ്, വോളിയം ക്യാൻഡിൽ റെഡ് ആവുകയാണെങ്കിൽ അത് ബേസിക്കലി ഇന്നലെ മിസ്സായ അല്ലെങ്കിൽ തലേദിവസം മിസ്സായ പ്രൈസ് എസ്കലേഷനെ പോലെ അതിന് പിറ്റേ ദിവസം പ്രൈസിൽ വീണ്ടും ഒരു ട്രിപ്പ് വരുവാണെങ്കിൽ നിങ്ങളുടെ എക്സിറ്റ് നിങ്ങൾ പ്ലാൻ ചെയ്തേ മതിയാകും. പലപ്പോഴും ക്യാൻഡിൽ നമ്മളെ കാണിച്ചു തരും ഒരു എക്സിറ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് പറഞ്ഞ്. ഇവിടെ നോക്കൂ, ഈ പേജിൽ നോക്കൂ, സ്ട്രോങ് വോളിയം അല്ലേ, ഈ വോളിയം ഭയങ്കര സ്ട്രോങ് ആണ്. അതിനോട് ചേർന്ന ക്യാൻഡിൽ നോക്കൂ. ക്യാൻഡിൽ സത്യത്തിൽ 5515 ഓപ്പൺ ചെയ്തിട്ട് 5845 വരെ ആ സ്റ്റോക്ക് പോയി. സംതിങ് കാരണം 330 റുപ്പീസാണ് പോയത്. എന്നിട്ടാണ് സ്റ്റോക്ക് വന്ന് 5574, ജസ്റ്റ് 15 റുപ്പീസ് 5574 ക്ലോസ് ചെയ്ത് ശരിക്കും. ഇത് കാരണം നിങ്ങൾ വേണേൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതാണ് ക്യാൻഡിൽ, പ്രൈസ് ക്യാൻഡിൽ. ഇതാണ് വോളിയം ക്യാൻഡിൽ, മനസ്സിലായോ? ഇത് വോളിയം ക്യാൻഡിൽ. ആ വോളിയം ക്യാൻഡിൽ എന്ത് സ്ട്രോങ് ആണ്, പ്രൈസ് ക്യാൻഡിൽ എന്ത് വീക്കാണ്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മേളിൽ സ്ട്രോങ് അപ്പർ വിക്ക് വരുമ്പോൾ കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ ഡോമിനൻസ് ആണ്, പ്രസൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ സെല്ലേഴ്സ് ഈ ഒരു ലെവലിൽ സ്ട്രോങ് ആയിട്ട് പ്രസൻസ് ആണെങ്കിൽ സ്റ്റോക്ക് ഏതാനും ദിവസത്തേക്ക് സ്റ്റോക്ക് താഴെപ്പോലുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോയിന്റ് നമ്പർ 4, ദിവസങ്ങളായിട്ട് അല്ല ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡൗൺ ആവുന്ന സ്റ്റോക്ക്, കണ്ടിന്യൂസ് ബെയർ ട്രെൻഡിലുള്ള സ്റ്റോക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ മേടിക്കാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സ്റ്റോക്ക് ബേസിക്കലി സ്റ്റോക്ക് താഴെ പോകുന്നത് ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള ഒരു ഡൗൺ ചാനലിലാണ് പോകുന്നത്. ഈ ഡൗൺ ചാനലിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വന്നതിന് ശേഷം ഹയർ ഹൈ ഹയർ ലോ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ മേടിക്കാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 1 hour ക്യാൻഡിലെങ്കിലും ഒരു കൺഫർമേഷൻ കിട്ടി, കൺഫർമേഷനിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് പോയി, ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്ക് തിരിച്ചു വന്ന് ആ ലോ പൊളാരിറ്റി എന്ന് പറയും ശരിക്കും, ആ റെസിസ്റ്റൻസിനെ കട്ട് ചെയ്ത് പോയിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് ആ റെസിസ്റ്റൻസിന് തന്നെ സ്റ്റോക്ക് ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാം, അല്ലെങ്കിൽ വീണ്ടും ക്യാൻഡിൽ ഒന്ന് അകത്ത് കയറിയിട്ട് തിരിച്ച് ഏതെങ്കിലും ഫിബോനിച്ചി ലെവലിലായിരിക്കും സപ്പോർട്ട് എടുക്കുന്നത്. അത് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ റിയൽ ബൈ ആ സ്റ്റോക്കിൽ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ട്രാപ്പ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ആഴ്ചകളായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്ക്, ബെയറിഷ് സോണിൽ കിടക്കുന്ന സ്റ്റോക്ക് പെട്ടെന്ന് ഒരു അപ് ട്രെൻഡ് കാണിച്ചാൽ നിങ്ങൾ അത് ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ ട്രേഡ് ചെയ്യുന്നപ്പോഴായിരിക്കണം ആ സ്റ്റോക്ക് 75 മിനിറ്റ്സിലെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് കൊടുക്കണം. 75 മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് കൊടുത്താൽ അതിൻ്റെ സ്ട്രക്ചറുണ്ട്. എന്നുവെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഹൈയും ലോവർ ലോയുമാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സ്ട്രക്ചറിന് ടോട്ടൽ വ്യത്യാസം വരും. അത് ഹയർ ഹൈയിലേക്കും ഹയർ ലോയിലേക്കും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. സോ 75 മിനിറ്റ്സ് ബ്രേക്ക് ഔട്ട് ആകുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കുക. ഒരു 5 മിനിറ്റിലോ 15 മിനിറ്റ്സിലോ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോസ് സ്റ്റോക്ക് 2-3 ദിവസമായിട്ട് ട്രെൻഡിങ്ങിലായിരിക്കും. അപ്പം നമ്മുടെ വിചാരം എന്താ, സ്റ്റോക്ക് ട്രെൻഡിലാണ്, സ്റ്റോക്കിൽ നമ്മൾ ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല.
തലേദിവസമോ ഒരു ദിവസമായിട്ടോ 2 ദിവസമായിട്ടോ ട്രെൻഡിലുള്ള സ്റ്റോക്ക് ഒരു പക്ഷേ സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുന്ന തന്നെ ഒരു ഗ്രീൻ ക്യാനിൽ 5 മിനിറ്റ് കൊടുത്തിട്ട് പെട്ടെന്ന് റിട്രേസ്മെൻറ്റ് അത് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ശരിക്കും. റിട്രേസ്മെൻറ്റ് വന്നിട്ടായിരിക്കും സ്റ്റോക്ക് തിരിച്ച് കയറുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രാ ചെയ്യുന്ന ആൾക്കാർ ആ റിട്രേസ്മെൻറ്റോട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. കാര്യം അല്ലെങ്കിൽ ട്രാപ്പിലായി പോകും. ആ റിട്രേസ്മെൻറ്റ് വന്നതിന് ശേഷമുള്ള പിന്നെ സ്റ്റോക്ക് ഒരു തിരിച്ചുള്ള ഒരു കയറ്റത്തിന് വേണം നിങ്ങളുടെ ഇൻട്രാഡേ പ്ലാൻ ചെയ്യാനായിട്ട്. അത് വളരെ ക്രിട്ടിക്കലായ പോയിൻ്റാണ്. അതുപോലെ തന്നെ ബെയറിഷ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് മേ ബി രാവിലെ മോർണിംഗ് ഈ പറയുന്ന കണക്ക് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് കൊടുത്തേക്കാം. ആ സമയത്ത് സ്റ്റോക്ക് ഒന്ന് എസ്കലേറ്റ് ചെയ്താക്കാം. അത് കണ്ട് നിങ്ങൾ ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യരുത്. ഒന്ന് കയറിയതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും കഴിവതും പഴയ ട്രെൻഡിലേക്ക് പോയതിന് ശേഷം വേണം നിങ്ങൾ കൺഫർമേഷൻ എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് 3-4 അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കും കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം ഡൗൺ ട്രെൻഡിലുള്ള സ്റ്റോക്കും ഒരു ട്രെൻഡ് ചേഞ്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. അത് ബേസിക്കലി ട്രെൻഡ് ചേഞ്ച് വരുന്നത് ആദ്യം അതിൻ്റെ റിയൽ ട്രെൻഡ് കഴിഞ്ഞ 3-4 ദിവസത്തെ ട്രെൻഡ് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചാണ് റിയൽ ട്രെൻഡ് ചേഞ്ച് വരുന്നത്. അത് ഇപ്പം അപ് ട്രെൻഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഹയർ ഹൈ ഹയർ ലോ കണ്ടിന്യൂസ് ക്രിയേറ്റിംഗ് സ്റ്റോക്ക് ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുത്തിട്ടാണ് ചിലപ്പം ഒരു പക്ഷേ ഡൗൺ ട്രെൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഓരോ സോൺസും അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ഓരോ സോൺസും നിങ്ങൾ ക്ലീനായിട്ട് വാച്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ എസ്പെഷ്യലി ഇൻട്രാഡേ ട്രേഡേഴ്സിന് ട്രേഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ശ്രദ്ധിക്കുക, അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് നിങ്ങൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അനലൈസ് ചെയ്യുക. അതിൻ്റെ അകത്ത് മേ ബി അപ് ട്രെൻഡിലുള്ള സ്റ്റോക്ക് 1 റൗണ്ട് ക്യാൻഡിൽ അപ് ട്രെൻഡ് കൊടുത്തിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം മാത്രമാണ് തിരിച്ചുകൊണ്ട് അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഉള്ളത്. ആ സമയത്താണ് നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ട്രാപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് ട്രെൻഡിങ് സ്റ്റോക്കും രാവിലെ കുറച്ച് നേരത്തേക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൊടുക്കും. ഇത് അൾട്രാടെക്കിൻ്റെ കണ്ടിന്യൂസ് ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. കുറച്ച് ദിവസമായിട്ട് 3-4 ദിവസമായിട്ട് നിങ്ങൾ ആ സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ചെയ്ത് അതൊരു ബെയറിഷ് ക്യാൻഡിലാണ്, പിന്നെ ഒന്ന് ഗ്രീൻ ക്യാൻഡിൽ കൊടുത്തു, പിന്നെ സ്റ്റോക്ക് നേരെ ഒരു ബേസ് ട്രെൻഡിലേക്ക് പോയി. ഈ സോൺ നിങ്ങൾ നോക്കി നിൽക്കണം. ഈ സോണിൽ നിന്നാണ് നോർമൽ കേസ് ബുള്ളിഷ് സ്റ്റോക്ക് തിരിച്ചു കയറുന്നത്. ഇപ്പം രാവിലെ നേരെ 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പാടെ നിങ്ങൾ കയറിയാൽ നിങ്ങൾ ഈ ലെവലിലേക്ക് കയറിയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. 7989 ആണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് ഇവിടം വരെ താഴെ പോയി. സ്റ്റോക്ക് 7911 വരെ പോയി. ശരിക്കും നിങ്ങൾ എപ്പോഴും ഒരു ബുള്ളി സ്റ്റോക്കിൽ രാവിലെ ഓപ്പൺ ചെയ്ത പാടെ ട്രേഡ് എടുക്കരുത്. നിങ്ങൾ ആ സ്റ്റോക്ക് ഒരു റീട്രേസ്മെന്റ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വരാൻ നേരത്തെ സ്റ്റോക്ക് ഒന്ന് താഴെ പോകും. ആ പ്രോഫിറ്റ് ബുക്കിംഗ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റോക്കിൽ എൻട്രി ആവുള്ളൂ. ബി വെരി കെയർഫുൾ ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റേതായിട്ടുള്ള റിസർച്ചിനെ കുറിച്ച് എൻ്റേതായിട്ടുള്ള സ്റ്റഡീസിനെ കുറിച്ച് അറിയണമെങ്കിൽ prosif23@gmail.com എന്നുള്ള എൻ്റെ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോണ്ട് കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ ഫ്രം Eqtfx.